Hey guys, and welcome back to my YouTube channel. And today ഞാൻ എൻ്റെ ഹെയറിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് തലയിൽ, മുടിയിൽ ആൻഡ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കാമെന്ന്. ആൻഡ് നന്നായിട്ട് വെട്ടടിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ അല്ലാണ്ട് വേറൊരു സ്പോട്ടില്ല വീഡിയോ എടുക്കാൻ. സോ നമുക്കത് സഹിക്കാം. ഓൾസോ ഇറ്റ് ഈസ് റിയലി ഹോട്ട് ഇൻ ഹിയർ, ബട്ട് ഫാൻ ഇട്ടാൽ നോയ്സ് കേൾക്കും. ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഓക്കെ, എൻ്റെതൊരു ഭയങ്കര അതായത് അത്യാവശ്യം നല്ല കേളി ഹെയർ ആയിരുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് ക്യാൻ സീ ഓർ നോട്ട്, ഇറ്റ്സ് ഉള്ളിലേക്ക് കേളിയാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഹാഫ് കേളി ആൻഡ് ഹാഫ് സ്ട്രൈറ്റ്. ഇപ്പം ഞാൻ ക്ലാസ്സിൽ നിന്ന് വന്നുള്ളൂ. സോ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വരെ അത് കേളിയായിരിക്കും. ഫ്രം യു ടു ഹിയർ അത് കേളിയാണ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സ്ട്രെയിറ്റ്. സോ ഞാൻ അങ്ങനെ കിടക്കുന്ന ഒരു വൃത്തികേടാണ്, ഞാൻ സ്ട്രെയിറ്റ് ചെയ്യും. ആൻഡ് ഇപ്പം ഞാനൊരു 1 year ആയി ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ, ഐ റിയലി വാണ്ട് ടു മെയിൻറ്റെയിൻ മൈ കേളി ഹെയർ. എനിക്കൊരു കേളി ഹെയർ റൂട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ദ തിങ് ഇസ് എനിക്ക് ബാക്ക് ടു സ്ട്രെയിറ്റ് ഹെയർ അതും ആഗ്രഹമുണ്ട്. ആൻഡ് ഇപ്പം ഞാനൊരു ഡബിൾ മൈൻഡിലാണ്. ലെറ്റ്സ് സീ എന്താ ചെയ്യാൻ നോക്കാം. ആൻഡ് ഓക്കെ, ഞാൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് സ്മൂത്തനിങ് ആണ്. കെരാട്ടിൻ ചെയ്തിട്ടില്ല, ഞാൻ ബൊട്ടോക്സ് ചെയ്തിട്ടില്ല, സ്ട്രൈറ്റനിങ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് ആകെ സ്മൂത്തനിങ് ആണ്. ആൻഡ് സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ആക്ച്വലി 2 different തിങ്സ് ആണ്. സോ ഓക്കെ, ഞാനൊരു 2022 ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഒരു 6 months കഴിഞ്ഞ് ഞാൻ റീടച്ച് ചെയ്തു. അങ്ങനെ റീടച്ച് ഒരു 4 വട്ടം അങ്ങനെ ഞാൻ സ്മൂത്തിങ് ചെയ്തിട്ടുണ്ട്. സോ ഒരു 2022 to till 2024 ജൂണിലാണ് ലാസ്റ്റായിട്ട് റീടച്ച് ചെയ്തത്. സോ അന്ന് വരെ ഞാനിത് കണ്ടിന്യൂ ചെയ്തിരുന്നു. ആൻഡ് ഇപ്പം വളർന്നു, അത്യാവശ്യം നല്ല കുറച്ചധികം വളർന്നു. ഞാൻ റീടച്ച് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. റീടച്ച് ചെയ്യേണ്ട, നമുക്ക് കേളി ഹെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇപ്പം എനിക്ക് വീണ്ടും വളർന്നു വരുന്ന കാണുമ്പോൾ എനിക്ക് ചെയ്യാനുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ട്. ബട്ട് ഇല്ല. ഓക്കെ, ഇനി എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചുള്ള ചോദ്യമാണ്, സ്മൂത്തനിങ് ചെയ്തിട്ട് ആഫ്റ്റർ കെയറിങ് എങ്ങനെയായിരുന്നു, മുടി കൊഴിയുന്നുണ്ടോ, എങ്ങനെയാണ്, എത്ര രൂപയായി, എവിടാണ് ചെയ്യുന്നത്, എവിടാണ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഏതാണ്, ഇത് ലൈഫ് ലോങ് നിൽക്കുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഈ സ്മൂത്തനിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഏത് ഹെയർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണെങ്കിലും ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇറ്റ്സ് കോമൺ, ഐ നോ. ഞാനും ചെയ്യുന്നതിന് മുമ്പ് കുറേ അന്വേഷിച്ചു. ഗൂഗിളിലൊക്കെ ആണെങ്കിൽ കുറേ സെർച്ച് ചെയ്ത്, യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ലാസ്റ്റ് ഓക്കെ ചെയ്യാമെന്നുള്ള ഒരിത് ആയത്. സോ ഐ നോ ഹൗ യു ഗൈസ് ഫീൽ. സോ ഓക്കെ, ഞാൻ സ്മൂത്തനിങ് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2022 ആസ് ഐ സെഡ് ബിഫോർ. എനിക്ക് അത്യാവശ്യം നീളം ഉണ്ടായിരുന്നു, കേളി ഹെയർ ആണെങ്കിലും. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ടിൽ ഹിയറോ സംതിങ്. ആൻഡ് ഞാൻ മുടി വെട്ടിയിട്ടാണ് സ്മൂത്ത് ചെയ്തത്. ആൻഡ് മുടി വെട്ടി ഞാൻ ഇവിടം വരെ ഷോർട്ടാക്കി കേളി ഹെയർ ഫസ്റ്റ്, എന്നിട്ടാണ് ഞാൻ സ്മൂത്ത് ചെയ്തത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. ആൻഡ് അത് അറൗണ്ട് ഒരു 5K ആയി ഇവിടം വരെ വെട്ടിയിട്ട് ചെയ്തപ്പോഴത്തേക്ക്. പക്ഷെ വെട്ടിക്കഴിഞ്ഞ് നീളം വെക്കുമ്പോൾ ഒരു ഇവിടം വരെയൊക്കെ ഉണ്ടായിരുന്നു. കേളി ഹെയർ സ്ട്രെയിറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടം വരെയൊക്കെ എനിക്ക് മുടിയായി ആഫ്റ്റർ സ്മൂത്തിങ്. സോ അതൊരു 5K ആയി. അത് കഴിഞ്ഞ് ഞാൻ ഓരോ പ്രാവശ്യം റീടച്ച് ചെയ്യുമ്പോഴും ഏകദേശം അത്രയൊക്കെ തന്നെ ആയി. ഞാൻ അതായത് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും 6 months കഴിഞ്ഞാൽ ഞാൻ ഉടനെ ചെയ്തു. 6 months കഴിഞ്ഞപ്പോഴേ ഞാൻ റീടച്ച് ചെയ്തു. അന്ന് എനിക്ക് ഏകദേശം 4,000 ആയി. അത് കഴിഞ്ഞ് പിന്നെ ആക്ച്വലി അങ്ങോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് 6,500 ആയി ആക്ച്വലി. സോ അതെന്താണെന്ന് എനിക്കറിയില്ല. മേ ബി അത് പാർലർ ഡിഫറൻസ് ആയിരിക്കും. ആദ്യം ഞാൻ ചെയ്തതും രണ്ടാമത് റീടച്ച് ചെയ്തതും ഒരേ പാർലറിലാണ്. അത് കഴിഞ്ഞ് ഞാൻ പാർലർ മാറി. മേ ബി പാർലർ ചേഞ്ച് ആവുന്നതനുസരിച്ച് അവരുടെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ആദ്യം ചെയ്തത് അഷ്ടമുടി വെൽനസ് കൊല്ലം, അവിടെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് ആക്ച്വലി ആദ്യത്തെ പ്രാവശ്യം അപ്പോൾ എനിക്ക് അവരുടെ ഭയങ്കര ഇഷ്ടമായി കസ്റ്റമർ സർവീസും കാര്യങ്ങളും ഒക്കെ. പക്ഷെ രണ്ടാമത് പോയപ്പോൾ എനിക്ക് ഐ ഡോണ്ട് നോ, മേ ബി എനിക്ക് ചെയ്തെന്ന ആളുടെ ആയിരിക്കും, ഐ ഡിഡ്ന്റ് ലൈക്ക് ദി കസ്റ്റമർ സർവീസ്. ഐ ഡോണ്ട് നോ
പുള്ളി എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അറ്റ് എ ടൈം 2 പേരെ നോക്കും. അത് ഭയങ്കര ഒരു വൃത്തിയായിട്ട പരിപാടിയാണ്. ഒരാളുടെ അടുത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്താൽ അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ടൈം ഉണ്ടാവും. അതായത് ഇത്ര നേരം ക്രീം തേച്ചിട്ടിരിക്കണം അങ്ങനെ ഉണ്ടാവും. അപ്പം ആ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ലൈക്ക് നമ്മൾ വേറൊരാളുടെയും കൂടെ അറ്റൻഡ് ചെയ്താൽ. അപ്പോൾ അന്ന് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടുന്നൊക്കെ എന്താ പറയുക, ചെയ്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഹെയർ വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് ചെറുതായിട്ട് കേളി ആയ പോലെ എനിക്ക് തോന്നി. ആൻഡ് അതെനിക്ക് തോന്നുന്നു ആ പുള്ളി ടൈം എന്തോ മിസ്റ്റേക്ക് വെച്ചതാണ്. സോ അതുകൊണ്ട് ഞാൻ തേർഡ് റീടച്ചിന് ഞാൻ അവിടെ പോയില്ല. ഞാൻ ജാജീസിലാണ് പോയത്. എനിക്ക് ജാജീസിൽ ചെയ്തത് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. അവരുടെ കസ്റ്റമർ സർവീസും എനിക്കിഷ്ടമായി. ആക്ച്വലി അഷ്ടമറി വെൽനെസ്സിലും നല്ലതായിരുന്നു ഫസ്റ്റ് ഞാൻ പോയപ്പം. ഇത് ആ പുള്ളിയുടെ പ്രശ്നമായിരിക്കും. ആൻഡ് ജാജീസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു സ്ഥലത്ത് ചെയ്തു. എനിക്ക് അതിൻ്റെ ഓർമ്മയില്ല പേര്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്തതും ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല. ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അതാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത്. ഫ്ലോപ്പ് ഇൻ ദ സെൻസ് സ്മൂത്തനിങ് ആണല്ലോ ബേസിക്കലി. അതുകൊണ്ട് എന്താ പറയുക, ഇപ്പം ചില സ്ഥലത്ത് ഈ ക്രീം ഇടുന്നത് ഈവൻ അല്ലാത്തപ്പം വരുന്ന മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അതാണ് ലാസ്റ്റ് ചെയ്തത് അത്യാവശ്യം ഫ്ലോപ്പായിരുന്നു. സോ കുറേ ആളുകൾക്കുള്ള സംശയമാണ് നമ്മുടെ ഹെയർ ഫോൾ എങ്ങനെയാണ്. അതായത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഫുൾ പോകുമോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആഫ്റ്റർ കെയർ നല്ല പോലെ ചെയ്യണം. അതായത് ഇതൊക്കെ ഒരു ഇപ്പം സ്മൂത്തനിങ് ആണെങ്കിലും കെരാട്ടിൻ ആണെങ്കിലും എന്താണേലും, ഈവൻ കെരാട്ടിൻ ആണെങ്കിലും എല്ലാം കെമിക്കൽസാണ്. സോ എത്ര ആണെന്ന് പറഞ്ഞാലും, ഇനിയിപ്പം പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആഫ്റ്റർ കെയർ നല്ല പോലെ നോക്കണം. ബിക്കോസ് നമ്മൾ അത് ചെയ്തില്ല, അതിനൊരു മടി കാണിച്ചാൽ നമ്മുടെ മുടി നല്ല പോലെ കൊഴിയും. ഇപ്പം എൻ്റെ മാത്രമല്ല, ഞാൻ പലരെയും സ്മൂത്തിങ് ചെയ്ത് പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ് മുടി കൊഴിയുന്നത്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റേത് ആക്ച്വലി ഒരു ഓയിലി സ്കാൽപ്പാണ്. ആൻഡ് എനിക്ക് ചെറുപ്പം തൊട്ടേ നല്ലപോലെ ഡാൻഡ്രഫ് ഉള്ള ഒരാളാണ്. സോ ആ ഡാൻഡ്രഫ് കാരണം ഉള്ള ഹെയർ ഫോൾ അല്ലാണ്ട് എനിക്ക് സ്മൂത്തനിങ് വഴി അങ്ങനെ ഭീകര ഹെയർ ഫോളൊന്നും ഉണ്ടായിട്ടില്ല. യൂഷ്വലി എനിക്ക് സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുമ്പ് എത്ര എൻ്റെ മുടി കൊഴിഞ്ഞിട്ടുണ്ടോ അത്രയും മുടിയൊക്കെ തന്നെയാണ് എനിക്ക് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ടും പോയിട്ടുള്ളത്. എൻ്റെ ഡാൻഡ്രഫ് കൂടുന്നതനുസരിച്ച് മുടി കൂടും, ഡാൻഡ്രഫ് കുറയുമ്പോൾ അത് കുറയും. സോ നമ്മൾ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 to 3 days കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യുന്നത്. ആൻഡ് ഫോർ മീ, എനിക്ക് ഒരു ആസ് എ സെഡ് ബിഫോർ, എനിക്ക് ഓയിലി സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ ഈ 2 to 3 days ഓൾറെഡി നമ്മൾ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റോട് ചെയ്തല്ലേ. അപ്പം എൻ്റെ സ്കാൽപ്പ് എന്താ പറയുക, ഡാൻഡ്രഫ് ട്രിഗേർഡ് ആവാറുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹെയർ വാഷിൽ അത്യാവശ്യം നല്ലപോലെ ഹെയർ കൊഴിയും. എന്ന് പറഞ്ഞാൽ അതായത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് അത് നോർമലാണെന്നുള്ള സാധനമാണ്. എനിക്ക് പിന്നെ അങ്ങോട്ട് നോർമലായി. ആദ്യം എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പം മുടി കൊഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഓക്കെ ഞാൻ മൊട്ടയാകും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഡാൻഡ്രഫ് കാരണമാണ്, അല്ലാണ്ട് സ്മൂത്തനിങ് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അത് ഞാൻ കൺട്രോൾ ചെയ്യുന്നിടത്തോളം കാലം എനിക്ക് വലിയ ഹെയർ ഫോൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നു, അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ നമ്മുടെ തലയിൽ ക്രീമൊക്കെ തേക്കുന്നത് അതിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ്, അതായത് ഷാമ്പൂ, കണ്ടീഷണറും സെറമൊക്കെ മാക്സിമം നമ്മൾ അത് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുടി ആ ചെയ്യുന്ന അതേ ടെക്സ്ചറിൽ നമ്മൾക്ക് മുന്നോട്ടും കിടക്കും, ഡ്രൈ ഒന്നും ആവാണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഷാമ്പൂസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് തീരെ ലോക്കൽ ഷാമ്പൂസ് യൂസ് ചെയ്യാണ്ട് കുറച്ച് അത്യാവശ്യം ഒരു നല്ല ഷാമ്പൂ യൂസ് ചെയ്യണം. നല്ല ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന അതേ സെയിം പ്രൊഡക്റ്റിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഷാമ്പൂ ചൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഫോർ യുവർ ഹെയർ അത് യൂസ് ചെയ്യുക. തീരെ ലോക്കലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അതേ സ്മൂത്തൻ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ നമ്മുടെ ഹെയർ കിടക്കും. സോ അതാണ് എനിക്ക്
ഈ ഹെയർ ഫോളിനെ പറ്റി പറയാനുള്ളത്, നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ അന്ന് സ്മൂത്തനിങ് ചെയ്തിട്ട് പിന്നെ അതിനെപ്പറ്റി തല കെയർ ഹെയർ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുടി നല്ലപോലെ പൊഴിയും. ഇറ്റ്സ് എ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് നോർമൽ. അങ്ങനെ പോകും നമ്മൾ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ. സോ പലരും കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ലൈക്ക് ഹെയർ ഫോൾ ഉണ്ട്, ഹെയർ ഫോൾ ഭയങ്കരമാണ്, ഹെയർ ബ്രേക്കേജ് ഉണ്ട്. ഹെയർ ബ്രേക്കേജ് കാരണം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ മുടി ഡ്രൈ ആവുമ്പോഴാണ്. ഓൾസോ നമ്മുടെ ഈ പാർലർകാർ എപ്പോഴും നമ്മൾ സ്മൂത്തനിങ് ചെയ്യാൻ പോകുമ്പോൾ പറയാറുണ്ട് മന്ത്ലി വൺസ് ഓർ മിനിമം വൺസ് ഒരു സ്പാ ചെയ്യണമെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം എല്ലാ മാസവും സ്പാ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ സ്പാ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം സ്പാ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം സ്പാ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് പറയുന്നത്. കാരണം സ്പാ ചെയ്യുമ്പം മുടി കുറച്ചുകൂടെ ഹെൽത്തി ആകും. സോ ഈ നമ്മൾ ഓൾറെഡി ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റോട് ചെയ്തുകൊണ്ട് സ്പാ ചെയ്യുന്നത് നമുക്ക് മച്ച് ബെറ്റർ ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ സ്പാ ചെയ്യാൻ ഡെയിലി മന്ത്ലി ഒന്നും സ്പാ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ഞാൻ സ്പാ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഓൾസോ നമുക്കിപ്പം പാർലറിൽ പോയി സ്പാ ചെയ്യാനൊന്നുമില്ല. നമുക്ക് ആ സ്പാ ക്രീം വാങ്ങിച്ചാൽ വീട്ടിൽ നിന്നാണെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിലും നിങ്ങൾ സ്പാ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഓക്കെ, അപ്പം ഈ ബ്രേക്കേജും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പാ ഒന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ചിലർ ഈ കണ്ടീഷണർ യൂസ് ചെയ്യില്ല, ആ പാട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് ചെയ്യരുത്. കണ്ടീഷണർ നമുക്ക് ആ ഒരു മോയ്സ്ചർ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യണം. ഓൾസോ സെറം അപ്ലൈ ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ മുടി ഡ്രൈ ആവും, ബ്രേക്കേജും കാര്യങ്ങളൊക്കെ വരും. സോ ആഫ്റ്റർ കെയർ നന്നായിട്ട് ചെയ്യണം. ഇനി പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചായിരിക്കും നമ്മുടെ സ്മൂത്തനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെൻ്റ് ആയാലും അതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ലെങ്ത് ആൻഡ് തിക്നെസ് അനുസരിച്ചായിരിക്കും. എൻ്റെ മുടി അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു ഹെയർ ആയിരുന്നു. അതായത് കേളി ഹെയർ ആയിരുന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ആളായിരുന്നു. ലെങ്ത് അധികം ഇല്ലെങ്കിലും തിക്നെസ് ഉണ്ടായിരുന്നു. സോ എനിക്കിപ്പം 5K ആയെന്ന് പറയുന്നത് ഞാൻ ലെങ്ത് അത്രയും ഷോർട്ടാക്കിയോണ്ടാണ് എനിക്ക് 5K ആയത്. പിന്നെ ഞാൻ റീടച്ച് ചെയ്തപ്പോൾ ഒക്കെ എനിക്ക് അതിൽ കൂടിയിട്ടേ ഉള്ളൂ പ്രൈസ്. സോ നിങ്ങളുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ പ്രൈസ് വരുന്നത്. ഇനി പലരും ചോദിക്കാറുണ്ട്, ഈ ട്രീറ്റ്മെൻറ്റൊക്കെ പെർമനൻ്റ് അല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആക്ച്വലി നമ്മുടെ ഇപ്പോഴുള്ള മുടിയിൽ നമ്മളിപ്പോൾ ചെയ്താൽ അതങ്ങനെ കിടക്കും. അതിനി എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ കിടന്നുള്ളൂ. പക്ഷെ നമ്മുടെ റൂട്ടിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ഹെയർ വളരുമല്ലോ, അത് നമ്മുടെ ശരിക്കുമുള്ള ഹെയർ ആയിരിക്കും വരുന്നത്. നമ്മുടെ നാച്ചുറൽ ഹെയർ ആയിരിക്കും റൂട്ടിൽ നിന്ന് വളരുന്നത്. അതപ്പോൾ നമ്മൾ ഇടയ്ക്ക് റീടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സോ അതിനൊക്കെ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതിയായിരിക്കും. കാരണം റൂട്ട് മിനിമം 3 months കഴിയാണ്ട് അവർ ചെയ്യില്ല. ഒരു 3 months എന്തായാലും ഗ്യാപ്പ് വേണം ഈ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ. സോ ഒരു 3 months കഴിഞ്ഞിട്ടേ നമുക്ക് റീടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 6 months ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് എന്തായാലും ഒരു കെമിക്കലാണ്. അപ്പോൾ അത്രയും കെമിക്കൽ നമുക്ക് ഒരു പീരീഡ് ഓഫ് ഗ്യാപ്പ് നമ്മൾ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 6 months ഒക്കെ മിനിമം ഇട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓൾസോ നമ്മൾ നല്ലൊരു പാർലർ ചൂസ് ചെയ്യുക. തീരെ ലോക്കൽ പാർലേഴ്സിൽ പോകാണ്ട് അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള പാർലർ ചൂസ് ചെയ്ത് നല്ല ക്രീമൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലോക്കൽ ക്രീമൊക്കെ യൂസ് ചെയ്ത് എന്താണെങ്കിലും കെമിക്കലാണ്, അപ്പോൾ കൊടുക്കുമ്പോൾ നല്ല കെമിക്കൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്, ഈ കെരാട്ടിൻ ചെയ്യണോ സ്മൂത്തനിങ് ചെയ്യണോ. ബേസിക്കലി സ്മൂത്തനിങ് ആണെങ്കിൽ നമുക്ക് പിൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ കിട്ടും. ആൻഡ് കെരാട്ടിൻ ആണെങ്കിൽ നമ്മുടെ ഓരോ വാഷ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറും. നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ഹെയറിലേക്ക് പോവില്ലെങ്കിലും അത്യാവശ്യം വേവി ആയിട്ടൊക്കെ കിടക്കും. സോ ഇഫ് യു ഡോണ്ട് വാണ്ട് എ പിൻ സ്ട്രെയിറ്റ് ഹെയർ യു ക്യാൻ ഗോ ഫോർ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ്. അതാകുമ്പം തീരെ സ്ട്രെയിറ്റ് ആവില്ല. ഓരോ ഹെയർ വാഷ് ചെയ്യുമ്പം അത് ഗ്രാജുവലി അതിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം കെരാട്ടിന് പക്ഷേ റേറ്റ് കൂടുതൽ സ്മൂത്തനിങ്ങിനേക്കാളും കെരാട്ടിനായിരിക്കും.
ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ബോട്ടോക്സ്. ആൻഡ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ബോട്ടോക്സ് ആണെന്നാണ് ഞാൻ കേട്ടത്. ആൻഡ് ഇനി ഞാൻ ചെയ്യുകയാണെങ്കിൽ ബോട്ടോക്സ് ആയിരിക്കും ചെയ്യുക. സോ ബോട്ടോക്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു കെരാട്ടിൻ ആൻഡ് സ്മൂത്തനിങ്. ബോട്ടോക്സ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ 5K ചെയ്തതിന് പകരം ഞാൻ ബോട്ടോക്സ് ആണെങ്കിൽ അതൊരു 10K ആയേനെ. സോ അത് അത്രയും ഡിഫറൻസ് ഉണ്ട് സ്മൂത്തനിങ്ങും ബോട്ടോക്സും തമ്മിൽ. സോ ഒരു ട്രീറ്റഡ് ഹെയറിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയോ സംതിങ് നിങ്ങൾ യൂസ് ചെയ്യണം. ബിക്കോസ് ഓൾറെഡി നമുക്ക് നല്ലപോലെ കെമിക്കൽസ് ഉണ്ട് ഹെയറിൽ. സോ കുറച്ചുകൂടെ ഹീറ്റ് കൊടുത്ത് ഡാമേജ് ആക്കുന്നതിൽ നല്ലത് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയോ സംതിങ് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത് നാച്ചുറൽ ഹെയർ സ്റ്റൈൽ ചെയ്യാനാണ് കുറച്ചുകൂടെ നല്ലത്. ഈ ട്രീറ്റഡ് ഹെയർ കുറേ കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും ഈ പിൻ സ്ട്രെയിറ്റ് ആകും ആഫ്റ്റർ സ്റ്റൈലിങ് കുറേ നേരം കഴിഞ്ഞിട്ട്. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ സ്മൂത്തിങ്ങിനെ പറ്റി പറയാനായിട്ട്. ആഫ്റ്റർ കെയർ നല്ലപോലെ ചെയ്യുക. ചൂസ് ദ റൈറ്റ് പാർലർ ഫോർ യു. ആൻഡ് സെറം ആക്ച്വലി യൂസ് ചെയ്യണം, മാൻഡേറ്ററി ആണ്. അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ. If you guys have any doubt, please feel free to comment down. And if you guys haven't subscribed my YouTube channel yet, please subscribe. Do like, share and comment. And thank you for watching. Bye.